വലിയ ലോജിക്കും പരിപാടിയൊന്നും നോക്കാതെ ഇരിക്കുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് തന്നെയാണ് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്കാണ് മൂവിയുടെ സ്റ്റോറി ടെല്ലിങ്ങും എക്സിക്യൂഷനും ഒക്കെ പോയിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എല്ലാം ഒരു ഫൺ മോഡലാണ് പോകുന്നത്. അല്ലാതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ഭയങ്കര എൻഗേജിപ്പിക്കുന്ന അങ്ങനെയൊന്നുമല്ല. പല കാര്യങ്ങളും വന്നു പോകുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ഡോൺ വരുന്നുണ്ട്. വലിയ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഫൺ മോഡലാണ് സിനിമ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോലും സീരിയസ് ആവാനോ ഒരു സ്ഥലത്ത് പോലും ഭയങ്കര എക്സൈറ്റ് ആവാനോ ഭയങ്കര എൻഗേജിങ് ആവാനോ ഒന്നും പാടില്ല. സിനിമയുടെ സ്റ്റാർട്ട് തൊട്ട് ആ ഒരു എൻഡ് വരെ ഒറ്റ ലൈൻ, ആ ഒരു ഫൺ എന്ന് പറയുന്ന ആ ഒറ്റ ലൈൻ പിടിച്ചാണ് സിനിമ പോയിരിക്കുന്നത്. ഒരു പ്രിയദർശൻ ടച്ച് പല ഏരിയസിൽ എനിക്ക് ഫീൽ ആയി. എസ്പെഷ്യലി ആ ഒരു മൂടെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഒരു പക്കാ പ്രിയദർശൻ സ്റ്റൈലാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പോയിലൊന്നും അല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിനിമ എങ്ങനത്തെ ഒരു ത്രെഡിലാണ് പോകുന്നത്. പക്ഷെ അത് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ആ ഒരു തിയേറ്ററിൽ ഫുൾ പാക്കഡ് ഓഡിയൻസ് ഉണ്ടായിരുന്നു കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേ മൂവി OTT വന്നാൽ എങ്ങനെ വർക്ക് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന ഹെഡ്സെറ്റ് വെച്ച് കാണുമ്പോൾ ഉള്ള ഒരു വൈബ് അല്ല ഒരു ഫുൾ ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കോമഡി സീക്വൻസ് ഉണ്ട്, അതെല്ലാം നല്ല രീതിക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല കോമഡി മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിക്ക് തന്നെ കോമഡി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഷറഫുദ്ദീൻ ആയാലും ശരി, ജോമോനായാലും അനുപമയായാലും വിജയരാഘവൻ ചേട്ടനായാലും വന്നു പോകുന്ന എല്ലാവരും ഭയങ്കര വലിയ ബിൽഡപ്പിലൊക്കെ വന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. അവർ പോലും ഇങ്ങനെ സ്ക്രീനിൽ വന്ന് നമുക്ക് ചിരി വരും. എസ്പെഷ്യലി അങ്ങനെ ഒരു ഡയലോഗ് വേണ്ട ആൾ വന്ന് നമുക്ക് ചിരി വരുന്നത് വിനയ് ഫോർട്ടാണ്. പുള്ളിക്കാരൻ ഒരു പോലീസ് ഓഫീസറാണ്. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില ഏരിയസിൽ മൂപ്പർ മിസ്സിംഗ് ആണെങ്കിലും വരുന്ന സീക്വൻസ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും. ഒരുപാട് സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ വരുന്നുണ്ട്, അത് നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവി മെയിൻലി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്ന ഫാമിലി തന്നെയാണ്, ഫാമിലിയും കുട്ടികളൊക്കെ തന്നെയാണ്. കാരണം അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ എൻ്റെ സ്കെച്ച് പോയിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും എല്ലാം. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും എല്ലാം ഒരു കോമിക് ബുക്ക് ഫീൽ നമുക്ക് കിട്ടും. അങ്ങനത്തെ രീതിയിലാണ് എൻ്റെ മൂവിനെ ഒരു പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് കാണുന്ന ഒരുപാട് കാർട്ടൂൺ മൂവീസും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ടച്ച് പല ഏരിയസിൽ വന്നു പോകുന്നുണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ പ്ലേസ് ആവുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഷറഫുദ്ദീൻ ഒരു ഡിറ്റക്റ്റീവ് ആണ്. പുള്ളിക്കാരൻ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്റെ ഫാദർ തന്നെയാണ്. അതിന്റെ റീസണൊക്കെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ആൻഡ് ആ ഒരു ഡിറ്റക്റ്റീവ് ഒരു ഇന്റർനാഷണൽ ഡോണോ ആയിട്ടുള്ള ഒരു ഡീലിംഗിൽ ട്രാപ്പായി പോകുന്നു. പിന്നീട് അയാളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി നടക്കുന്ന ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, ഒരു മെക്സിക്കൻ ടച്ച് കൂടി വരുന്നുണ്ട്. ഒരു മെക്സിക്കൻ ഡോൺ, ഡ്രഗ് കാർട്ടൽ, ആ ഒരു കണക്ഷനൊക്കെ സിനിമ സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ലോജിക് പരിപാടി ചിന്തിച്ച് പോകരുത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോജിക്കലി നിങ്ങൾ ഏതെങ്കിലും ഒരു പോർഷനിൽ ചിന്തിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ സിനിമ ഒട്ടും നിങ്ങൾ വർക്ക് ആവത്തില്ല. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് സീരിയസ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്, സീരിയസ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഡോൺ വരുന്നുണ്ട്, ഇന്റർനാഷണൽ സ്റ്റഫ് പറയുന്നുണ്ട്, ഡ്രഗ് കാർട്ടൽ പറയുന്നുണ്ട്, ഇന്റർനാഷണൽ ഡീലിംഗ്സ് ഉണ്ട്, ഗൺസ് ഉണ്ട്, ഫയർ ഉണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ ലോജിക്കലി ചിന്തിക്കാനേ നിൽക്കരുത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും പ്രസന്റേഷൻ ആയാലും അതിനുശേഷം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ക്യാരക്ടർ പ്രസന്റേഷൻ. എസ്പെഷ്യലി ഷറഫുദ്ദീൻ അടിപൊളി ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു ഫൈറ്റ് സീക്വൻസ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ മൂപ്പരുടെ വരുമെന്ന്. മൂപ്പർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, വരത്തലായാലും എല്ലാത്തിലും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മൂവിയിൽ ഒരു എൻ്റയർ ഫൈറ്റ് സീക്വൻസ്, ഒരു കിടിലം സീക്വൻസ് വരുന്നുണ്ട്. നമ്മൾ പണ്ട് കാണുന്ന ഇപ്പം റഷ് അവർ ആയാലും അല്ലെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ള ഒരുപാട് കോമഡി ഡിറ്റക്റ്റീവ് മൂവീസ് ഉണ്ടല്ലോ, അതൊക്കെ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, അതേ സ്റ്റൈൽ പുള്ളിക്കാരൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആൻഡ് ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അനുപമയായാലും ശരി, വിനയ് ഫോർട്ട് ആയാലും വിജയരാഘവൻ ആയാലും ജോമോൻ ആയാലും ഇതിൽ വന്നു പോകുന്ന എല്ലാവരും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാൻ പറയുന്നില്ല സ്പോയിലായി പോകും. ചില കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി മൂവിയാണ്. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.